തിരുവനന്തപുരം കാട്ടാക്കട മേഖലയിൽ നിലനിന്ന ബിജെപി സിപിഎം സംഘർഷങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോഴത്തെ അക്രമങ്ങളെന്നാണ് പോലീസ് വിലയിരുത്തൽ. ഐരാണിമുട്ടത്ത് ഇന്നലെ വൈകുന്നേരം എസ്എഫ്ഐയുടെ കൊടിമരം നശിപ്പിച്ചതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമെന്നാണ് സൂചന. ഡിവൈഎഫ്ഐ നേതാവും കുന്നൂഴി കൗൺസിലറുമായ IP ബിനുവിന്റെ വീടിന് നേരെ രാത്രി കല്ലേറുണ്ടായി. തുടർന്നാണ് ബിനുവിന്റെ നേതൃത്വത്തിൽ 8 അംഗ സംഘം കുന്നുകുഴിയിലെ ബിജെപി സംസ്ഥാന ഓഫീസ് ആക്രമിച്ചത്. പിന്നാലെ 2 സിപിഎം കൗൺസിലർമാരുടെയും 3 ബിജെപി കൗൺസിലർമാരുടെയും വീടുകൾ ആക്രമിക്കപ്പെട്ടു. ഇരുവിഭാഗത്തിന്റെയും പ്രാദേശിക നേതാക്കളുടെ വീടിന് നേരെയും കല്ലേറുണ്ടായി. ബിജെപി ഓഫീസിന് മുന്നിൽ അക്രമം നടക്കുമ്പോൾ പോലീസുകാർ കാഴ്ചക്കാരായി നിന്നത് വിമർശനത്തിനിടയാക്കി. ഇതുമായി ബന്ധപ്പെട്ട് KAP ബറ്റാലിയനിലെ അഖിലേഷ്, ശ്യാം വിഷ്ണു എന്നീ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തതായി IG മനോജ് അബ്രഹാം അറിയിച്ചു. സംഭവത്തിൽ IP ബിനു, SFI ജില്ലാ സെക്രട്ടറി പ്രതിൻ സാജ് ഉൾപ്പെടെ 4 പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബിനീഷ് കോടിയേരിയുടെ വീടിന് നേരെ അക്രമം നടത്തിയവരെക്കുറിച്ചും സൂചന ലഭിച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്ത യോഗത്തിൽ DGP ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകി. അക്രമങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് പോലീസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് യാസിൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഇന്റലിജൻസിന് അലർട്ട് ഉണ്ട്, മുന്നറിയിപ്പുണ്ട്. നേരത്തെ തന്നെ എല്ലാ അലർട്ട് കൊടുത്തു. തലസ്ഥാന നഗരത്തിൽ മാത്രം സുരക്ഷയ്ക്കായി 480 പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. 3 ദിവസം പ്രകടനങ്ങൾ നിരോധിച്ച് ഉത്തരവിറക്കണമെന്ന് ജില്ലാ കളക്ടറോട് പോലീസ് ആവശ്യപ്പെട്ടു. പൊതുസ്ഥലങ്ങളിൽ പാർട്ടി കൊടികൾ സ്ഥാപിക്കുന്നതും വൈദ്യുതി പോസ്റ്റുകളിൽ നോട്ടീസ് പതിക്കുന്നതും എഴുതുന്നതും വിലക്കണമെന്നും IG ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.